അപ്പൊ ചില ആളുകൾ വയനാട് ദുരിതമായി മൗലിദൊക്കെ നിർത്തിയേക്കാറ്. അത് ഇതിനോടോ മൗലിദ് നിർത്തിയേക്കണ്. മൗലിദ് നിർത്തിവെച്ചാൽ ഇനി വരും ആപത്ത്. ആ മൗലിദുകളൊക്കെ നല്ലോണം ഓതുക. നബിദിനെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടാടുക അതിനേക്കാൾ ഉഷാറിൽ കൊണ്ടാടുക. അതോടുകൂടി വയനാട് പണ്ടൊന്നും ആരും മോശമാക്കും വേണ്ട. ഈ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നാളത്തെ പരലോക അപകട. നാളെ കരയേണ്ടി വരും. റബ്ബനാ ഇന്നനാ അത്അനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. അല്ലാഹ് ഞങ്ങളെ സാദാത്യങ്ങളെ അനുസരിച്ചു പോയി. ഇന്ന സയ്യിദന്മാരും ഇന്ന കുബറാക്കളൊക്കെ ഉള്ള പരിപാടിയാണ്. എല്ലാവരും വരണം. ബയാർത്ഥങ്ങളുണ്ട്, കൂറത്തങ്ങളുണ്ട്. അവനാന്റെ ഗായി കൂട്ടിന് പോയി എന്നല്ലാണ്ട് ഒരു കാര്യം അതുകൊണ്ട് കിട്ടാനില്ല. ആ ഗായാണ് പോകാന്നല്ലാണ്ട് അതൊക്കെ എന്തിനാ? ആളുകൾ അവിടെ വെച്ചൊരു പിരിവിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി കൊണ്ട് ആയിട്ടൊന്നും ഒരു കാര്യമില്ല. പടച്ചോന്റെ അടുക്കൽ എല്ലാവരും ഒന്നാ. ഇന്ന് അക്രമക്കും എന്തല്ലാഹി അത്ഖാക്കും. തെക്കുണ്ടോ പരലോകത്ത് ഗുണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ദീനില് ഇങ്ങനെ നമ്മള് തെറ്റിദ്ധരിച്ചു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ തിരിഞ്ഞ് വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വന്നാൽ നമ്മുടെ പരലോകത്തേക്ക് നന്നു. അല്ലാത്ത ഹദീസുൽ ഖാശിയ വുജൂഹൻ യൗമഇദിൻ ഖാശിഅ. അന്ന് ചില മുഖം യൗമഇദിൻ ഭയപ്പാടോട് കൂടിയായിരിക്കും പരലോകത്ത്. അല്ലാഹ് പറയുന്നതാണ്. ഇത് ഏതെങ്കിലും കമ്മിറ്റിന്റെ തീരുമാനമല്ല. അല്ലാഹ് പറയാണ് നാളെ പരലോകത്ത് ചില ആളുകൾ ഭയപ്പാടോടുകൂടിയായിരിക്കും. ആകെ ബേജാറിലായിരിക്കും, വിഷമത്തിലായിരിക്കും. എന്തേ കാരണം? ആമിലത്തുൻ നാസിബ. ഒന്നും പ്രവർത്തിക്കാതെ വന്നത് കൊണ്ടല്ല, നേരെ മറിച്ച് പ്രവർത്തിച്ച് ക്ഷീണിച്ചവരാണവർ. ഒരുപാട് പണിയെടുത്തിട്ട് ദുനിയാവുന്ന് കുറെ ചെമ്പേറ്റിയിട്ടുണ്ട്, കുറെ അറുത്തിട്ടുണ്ട്, കുറെ പൈസ ചെലവാക്കിയിട്ടുണ്ട്. കുത്തുബേത്തിനൊക്കെ എത്രയോ കൊടുത്തത്. ബദ്രീങ്ങൾ ആണ്ടിനൊക്കെ ചെമ്പിങ്ങനെ റോഡിന്റെ ഈ തല മുതൽ ആ തല വരെ ചെമ്പാ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ കുറെ പണിയെടുത്തിട്ടുണ്ട്. അതിന്റെ കുറെ വളണ്ടിയറായിട്ട് നടന്നിട്ടുണ്ട്. സ്വലാത്ത് നഗറിലെ വളണ്ടിയർമാർക്കൊക്കെ വലിയ താല്പര്യം. കാരണം അവിടെ സ്ത്രീകൾ, ഇവിടെ പുരുഷന്മാർ. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ലൈന് കെട്ടാനൊക്കെ ആൾക്കാർക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ കുറെ വളണ്ടിയർമാർ എന്തൊക്കെ അധ്വാനായിരുന്നു അറിയോ. അങ്ങനെ ആമിലത്തുൻ നാസിബ. പ്രവർത്തിച്ച് ക്ഷീണിച്ചവരാണവര്. അവർ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. പേടിച്ച് വരുന്ന ആളുകൾ, പേടി കർമ്മല്ലാഞ്ഞിട്ടല്ല, കർമ്മ ഉണ്ട് പക്ഷേ ക്ഷീണിച്ചവർ, ചെയ്ത് ക്ഷീണിച്ചവർ, അവർ നരകത്തിലേക്ക് എന്ന് അല്ലാഹ് പറയുമ്പോ ആരാണിവര്? വിശദീകരിക്കാൻ രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ. ഒരു കാര്യം അതുകൊണ്ടില്ല. എത്ര വലുത് ചെയ്താലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനാണ്, പരലോകത്തേക്കുള്ളതാണ്, സ്വർഗത്തിന് കാരണമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാത്ത എത്ര വലുത് ചെയ്താലും ഒരു കാര്യമില്ല എന്ന് തുറന്നു പറയേണ്ട ബാധ്യത മാത്രമേ ഞങ്ങൾക്കുള്ളൂ. സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായ ഒന്നാണ് മങ്കൂസ് മൗലിദ്. എല്ലാ റബീഉൽ അവ്വൽ വന്നാലും മങ്കൂസ് മൗലിദ് ഓതണം എന്നാണ്. അത് റബീഉൽ അവ്വലുകളിൽ മാത്രമല്ല, വീടുകളിൽ ആരെങ്കിലും മരിച്ചാലും കുറെ ദിവസം ഉസ്താദുമാർ മങ്കൂസ് ഓതാനാണ് വരിക. ഇത് ഫ്രീ അല്ല കേട്ടോ, അത് വേറെ വിഷയം. അത് ചൂഷണം എന്നാണ് പറയാ. അതിനാണ് ആത്മീയമായ ചൂഷണം. ഈ മങ്കൂസ് എന്താ? അല്ലാഹു തആല ഇറക്കിയ ഖുർആന്റെ ഭാഗമൊന്നല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതും അല്ല, സ്വഹാബത്ത് കണ്ടതും അല്ല, അവ സുന്നത്തും അല്ല, ജമാഅത്തും അല്ല എന്ന് മനസ്സിലായി. പിന്നെന്താണ്? അതിനാണ് അഹ്ലു സമ്പത്തി വൽ ജമാഅ എന്ന് വേണമെങ്കിൽ പറയാം. അത് സമ്പത്തിന്റെ വകുപ്പാണ്. കാരണം അത് ആരും വെറുതെ ചൊല്ലണമെന്നല്ല. ഈ മങ്കൂസ് മൗലിദ് ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും ചുരുങ്ങിയത് 3 തവണ ഓതണം എന്നാണ് മുസ്തഫമാര് പറയാം. ഒരു മുസ്ലിയാർ എഴുതി വെക്കുക, കോടമ്പുഴ ബാവ മുസ്ലിയാർ എന്ന് പറയും, കാര്യപ്പെട്ട ആളാണ്. അത് എഴുതി വെച്ചു, ഓരോ റബീഉൽ അവ്വലിലും നിങ്ങൾ ചുരുങ്ങിയത് 3 തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മങ്കൂസ് മൗലിദ് ഓതണം. സമീപത്തുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ഭക്ഷണവും ഉണ്ടാക്കി കൊടുക്കണം. ഇനി അതിന് സാധ്യമല്ലെങ്കിൽ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ സാധ്യമല്ലെങ്കിൽ, വീട്ടിൽ വെച്ചുകൊണ്ടെങ്കിലും ഒരു തവണ നിങ്ങൾ മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യണം. ആ മങ്കൂസ് മൗലിദ് നിങ്ങൾ ഒരു തവണ പാരായണം ചെയ്യുമ്പോൾ സമീപ വീടുകളിൽ മുജാഹിദുകളോ ജമാഅത്തുകാരോ ഇല്ലെങ്കിൽ മൈക്ക് ഉപയോഗിക്കേണ്ടതില്ല. ഇത് ഏതാ ദീന്? അല്ലാഹു ആലം. ചെയ്യണതോ ബിദ്അത്ത്. അപ്പോഴെങ്കിലും നല്ല മനസ്സ് വേണ്ടേ? നിങ്ങൾ മങ്കൂസ് മൗലിദ് ഓതുമ്പോ തൊട്ടടുത്ത വീട്ടിൽ മുജാഹിദോ ജമാഅത്തുകാരനോ ഇല്ലെങ്കിൽ മൈക്ക് വേണ്ടാണ്. അങ്ങനെ ഒരു ഷർത്ത് ഇസ്ലാമിൽ ഏതെങ്കിലും വിഭാഗത്തിനുണ്ടോ? അതാ പറഞ്ഞ ഇതൊക്കെ കള്ളന്മാരെ പണിയാണ് എന്ന്. അത് പറഞ്ഞെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ മുസ്ലിം സമൂഹത്തെ ഞങ്ങൾ ഇതിന്റെ പേരിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മങ്കൂസ് മൗലിദ്, അതിനെപ്പറ്റി പുണ്യ മൗലിദ് എന്നാണ് വേറെ സഖാഫി എഴുതിയത്. MA ജലീൽ സഖാഫി പുല്ലാര എഴുതിയത് അത് പുണ്യ മൗലിദ് എന്നാണ്. ഈ പുണ്യ മൗലിദ് ഇങ്ങനെ ചൊല്ലുമ്പോ അപ്പൊ നമ്മളത് വലിയ അധ്വാനം ഉണ്ടല്ലോ, പൈസ ചെലവാക്കണം.
അവിടെ ഉസ്താദുമാരെ കൊണ്ടുവരണം, രാത്രി കുറെ സമയം ഉറക്കുളച്ചിരിക്കണം. പിന്നെ ഉസ്താദുമാർ ചൊല്ലുമ്പോൾ നമ്മൾ ജവാബ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കണം. ഭക്ഷണം അപ്പുറത്ത് വേറെ ഉണ്ടാക്കണം, ഇവർക്കുള്ളത് വേറെ കവറിലാക്കിയിട്ട് അൽഫാത്തിഹ കവറിൽ വേറെ ഉണ്ടാക്കി വെക്കണം. ഇങ്ങനെ കുറെ പണികളുണ്ട്. ആമിലത്തുൻ നാസിബ, പ്രവർത്തിച്ച് ക്ഷീണിച്ചവരാണവർ, ഒരു കാര്യമില്ല. ആ മങ്കൂസ് മൗലിദിന്റെ ഇടയിൽ വരുന്ന 1-2 ഭാഗങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അള്ളാഹുവിന്റെ ദീനുമായോ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ദീനുമായോ ഇതിനൊരു ബന്ധവുമില്ല. എന്താണെന്നറിയോ, ആ മങ്കൂസ് മൗലിദിന് ഇടയ്ക്ക് വരുന്ന ചില ഭാഗം ഞാൻ സാമ്പിളിന് വേണ്ടി പറഞ്ഞുതരാം. നമ്മളൊക്കെ വിചാരിച്ച എന്താ, അറബിയിലാണ്, അപ്പൊ സ്വർഗത്തിൽ തന്നെ ഇക്കാരം നല്ല സമാധാനമാണ്, ഒരു കുളിരൊക്കെ ഉണ്ടാവും നമുക്ക്. മാത്രമല്ല നല്ല ലൈറ്റുമാണ്, ഉസ്താമാരെ വള്ളക്കുപ്പായത്തിന്റെ കളറും, അപ്പുറത്ത് ചന്ദനത്തിനുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഈമാനും, ചോറ് പേകുണ്ടെങ്കിൽ അതിന്റെ മണം കൂടുമ്പോ തെഹുവിയും ഒക്കെ പാടം കെട്ട് നമ്മൾ വലിയൊരു ആവേശത്തിലായിരിക്കും. പക്ഷെ ഒരു 5 പൈസ ഗുണമില്ല പണി. ഗുണമുണ്ട്, ഓതിയ മൊയിലേക്ക് കിട്ടും. നമുക്കൊരു കാര്യമില്ല, പൈസയും പോയി പരലോകം പോയി. എന്താണ് അവിടെ ചൊല്ലുന്നത് അറിയോ? ഉദാഹരണത്തിന് വേണ്ടി മാത്രം സാമ്പിൾ എന്ന് പറയാം. സലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. അതൊരു ആൾക്കാരെ പൊട്ടന്മാരാക്കാനുള്ള സ്വലാത്താണ്. കാരണം ഇതിലും സ്വലാത്താണെന്ന് ആൾക്കാരെ തോന്നിപ്പിച്ചാലാണ് വഹാബികൾ ഇപ്പൊ ഇതിനൊക്കെ എതിരാണല്ലോ, ഈ സ്വലാത്തിന് എതിരാണല്ലോ എന്ന് തെറ്റിദ്ധരിക്കുള്ളൂ. അപ്പൊ ഇടയിൽ ഒരു സ്വലാത്ത് ഇങ്ങനെ വരും. സ്വലാത്ത് എന്തിനാ? അത് ഇതൊക്കെ ഇതിന്റെ ഭാഗാതെ മനസ്സിലാക്കിയിട്ട് മുസ്ലിം സമൂഹത്തിന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുക. എടോ, സ്വലാത്ത് എല്ലാം മൗലിയര് വരണം, ഒറ്റക്ക് പെരെ കുത്തി സ്വലാത്ത് ഇല്ലേ കൂടെ? അതിനിങ്ങനെ ആഴ്ച തികയാണോ? അതിന് മാസം തികയാണോ? അതിന് പെട്ടിവാണോ? അതിന് കോണോപാറവാണോ? അപ്പൊ ഞങ്ങൾ നിന്നും നടന്ന് ഇരുന്നൊക്കെ സ്വലാത്ത് ചെല്ലുന്നത്, അതിനൊരാളെ നേതൃത്വത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ ആളുകളെ ചൂഷണം ചെയ്യുക, കാതുസിയ, ആ ഇയ്യ ഈ ഇയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തും. ഇതൊക്കെ ശൈത്താന്റെ പണിയാണ്. റമദാൻ മാസത്തിൽ അവസാനത്തെ 10 ഓരോ ഒറ്റയിട്ട രാവുകൾക്കും വലിയ പുണ്യുണ്ട്. അന്നെന്താ, പള്ളിയിൽ വരണം, ഖുർആൻ ഓതണം, പ്രാർത്ഥിക്കണം. അങ്ങനെ റബ്ബുമായി ബന്ധപ്പെടേണ്ട വിശ്വാസികളെ കേരളത്തിലെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഒറ്റ ദിവസങ്ങളിലും രാത്രിയിൽ എന്തുണ്ട്, സ്വലാത്ത് നഗറുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായത് ശൈത്താന്റെ പണിയാണ്. കാരണം ഒറ്റയിട്ട രാത്രികളിൽ പള്ളിയിൽ വരണം, ഖുർആൻ ഓതണം, നമസ്കരിക്കണം, പ്രാർത്ഥിക്കണം, വലിയ പുണ്യമുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ ഓരോ, തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്വലാത്ത് നഗർ, ഇവിടെ കൊല്ലത്തുണ്ട് തോന്നുന്നു അല്ലെ, ഇവിടെ ഒരു സ്വലാത്ത് നഗർ, മലപ്പുറത്തൊരു സ്വലാത്ത് നഗർ, ഒക്കെ ഒറ്റയിട്ട രാത്രികളില്ല. പള്ളിക്ക് അടുത്തു പോകരുത്, ശൈത്താന്റെ പണിയാണത്. പേര് വേറെ എന്തെങ്കിലും കഴിക്കാറോ ഞങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ ഈ സ്വലാത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അതും നടപ്പിലാക്കുന്നത്. ആ പിന്നെ മങ്കൂസ് മൗലിദിൽ കാണാം. ഇനി ശ്രദ്ധിച്ചോളൂ, സലാത്തും തസ്ലീമും എന്നുള്ള സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് പിന്നെ പറയുന്ന വരി എന്താണ്? അയാസ്വനമൽ ഈദില്ലദീ സഫ ഹൗലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി تنكست مقلوبا فما ذاك كلنا فمن حزننا قد ضرت العير بالصعب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وإن كنت من ذنب أتينا فإننا نبوء بإقرار ونلوي عن الذنب. പ്രിയപ്പെട്ട മുസ്ലിയാക്കന്മാരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക ആത്മാർത്ഥമായിട്ട്. നമ്മളൊക്കെ സമൂഹത്തോട് ബാധ്യതയുള്ളവരാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതിന്റെ അർത്ഥം, ഇതിന്റെ പശ്ചാത്തലം ഒന്നും. ഇങ്ങനെ പാടുന്നു, നമ്മളിങ്ങനെ വാങ്ങുന്നു എന്നല്ലാണ്ട് അപ്പുറപ്പുറം നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവൂല. ഇതൊന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക. എന്താ പറയുന്നത് അറിയോ? മക്കത്തെ മുശ്രിക്കായ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ വിഗ്രഹങ്ങളൊക്കെയുള്ള സ്ഥലത്തേക്ക്, പറമ്പിലേക്ക് ചെന്ന് നോക്കുമ്പോ വിഗ്രഹം മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ആ വിഗ്രഹം എടുത്തിട്ട് പൊന്തിച്ചു വെച്ചു. അത് വീണ്ടും മറിഞ്ഞു, വീണ്ടും പൊന്തിച്ചു വെക്കുകയാണ്, ഉയർത്തി വെച്ച, അപ്പൊ വീണ്ടും മറിഞ്ഞു. അപ്പൊ ആകെ അത്ഭുതം, എന്തിനാ അപ്പൊ ഇതിങ്ങനെ മറിഞ്ഞു വീണത്? അപ്പൊ ഇങ്ങനെ മറിഞ്ഞു വീണതിനാണ് തനക്കസ എന്ന് പറയാ. അതുകൊണ്ട് അതിന് മങ്കൂസ് മൗലിദ് എന്നുള്ള പേര് വന്നത്. തല തിരിഞ്ഞ മൗലിദ് എന്നല്ല, തല തിരിഞ്ഞു വീണ വിഗ്രഹത്തെ കുറിച്ച് പറയുന്ന മൗലിദ്, അതാണ് മങ്കൂസ് മൗലിദ്. പക്ഷെ അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവര് വേറൊരു ഐഡിയ എടുത്ത് ഇപ്പൊ എന്താ വെച്ചാൽ അത് മൻകൂസ് അല്ല, അത് മങ്കൂസ്, ഹാഫ് കൊണ്ടാണ്, ചുരുക്കപ്പെട്ട മൗലൂദ് എന്നാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, ഈ ചുരുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നൊന്ന് ചുരുക്കണല്ലോ, വേറെ ഒന്നും ചുരുക്കി എടുക്കേണ്ടത്. അപ്പൊ മങ്കൂസ് മിൻഹു ഏതാന്ന് ചോദിച്ചു. അത് അറബി അറിഞ്ഞവർക്ക് അറിയാം, മങ്കൂസും മിൻഹും മങ്കൂസും അതിൽ നിന്ന് ചുരുക്കിയതായിരിക്കണം. അപ്പൊ അതേതാന്ന് ചോദിച്ചു. അതിന് മറുപടി ഒന്നുമില്ല. വേറെ ഒന്നൊന്ന് ചുരുക്കണമെങ്കിൽ വേറെ ഒന്നും വേണ്ടേ? അപ്പൊ അതല്ല, അത് തലതിരിഞ്ഞ സാധനം തന്നെയാണ്, എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ആ മങ്കൂസ് മൗലിദിന് പറയാണ്, ഈ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന ആള് വിഗ്രഹം മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ എണീപ്പിച്ച് നിർത്തി, വീണ്ടും മറിയാ, വീണ്ടും എണീപ്പിച്ച് നിർത്തി, വീണ്ടും മറിയാ, രക്ഷയില്ല. അതിങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, വീണുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം ചോദിക്കുകയാണ്, ആ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് ചോദിക്കുന്ന ചോദ്യമാണ്, അയാസ്വാനമൽ ഈദില്ലദീ സഫ ഹൗലഹു സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി. അല്ലയോ വിഗ്രഹങ്ങളെ, നിന്റെ ചുറ്റുമല്ലേ വിദൂരത്തു നിന്നും സമീപ സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് നേതാക്കന്മാർ വന്നു കൂടിയിട്ടുള്ളത്.
തനക്കസ്ത മഖ്ലൂബ, നീയല്ലേ വീണ് കിടക്കുന്നത്. ഫമാദാക ഖുല്ലന, പറയൂ ഞങ്ങളോട്, നീ എന്തിനാ വീണ് കിടക്കുന്നത്. ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഐറു ബിസ്സുഹബി, വിഗ്രഹമേ നീ വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ കണ്ണിലൂടെ കണ്ണുനീര് ഒലിച്ചു വന്ന് ആ കണ്ണീരിലൂടെ ഒട്ടകങ്ങൾ പോലും ഒലിച്ചു പോകാറായിട്ടുണ്ട്. അത്രക്ക് ഞങ്ങൾ കരയുന്നുണ്ട് വിഗ്രഹങ്ങളെ. അവ മറ്റൊരു സലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി. സുഹൃത്തുക്കളെ, എന്ത് പൊട്ടപ്പിരാന്താണ് നിങ്ങൾ. ഞാൻ എന്റെ നാടൻ ഭാഷയിൽ പറയൂട്ടോ, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ വിഗ്രഹവും അതിൻ്റെ ഇടയിൽ സ്വലാത്തുമത്ത്, ഞാൻ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാനുള്ള സ്വലാത്താണ് ഞാൻ പറഞ്ഞത്. ഇത് ജവാബാണ്. സ്വലാത്തും തസ്ലീമുൻ. വിഗ്രഹങ്ങളെ പറയൂ, നിങ്ങൾ എന്തിനാ വീണ് കിടക്കുന്നത്. സങ്കടം കൊണ്ട് കരഞ്ഞു കണ്ണീരിലൂടെ ചരക്ക് ചുമക്കുന്ന ഒട്ടകങ്ങൾ പോലും ഒലിച്ചു പോകാറായിട്ടുണ്ട്. സ്വലാത്തും തസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. അടുത്ത വരി എന്താ? അപ്പൊ മൂല്യര് പിന്നെ പാടുകയാണ്. വഇൻ കുൻത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ നബൂഉ ബിഇഖ്റാറിൻ വനൽവി അനിദ്ദംബി. അല്ലയോ വിഗ്രഹങ്ങളെ, ഞാൻ ചെയ്ത വല്ല പാപവും മൂലമാണ് നീ വീണ് കിടക്കുന്നത് എങ്കിൽ ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, തുപ്പിൻ തലേക്കിട്ടും കണ്ട് ബേജാറാകണ്ട. ഞങ്ങൾ പറഞ്ഞത് അള്ളാന്റെ ദീന. അതുകൊണ്ട് ഒരാളുടെയും ഭീഷണിയും പേടിക്കാണത് തുറന്നു പറയണത്. നാളെ സ്വർഗത്തുകൊണ്ട് പോകുന്നതിന്റെ പേര് മരിച്ചാലും പോണാലും അത്രയ്ക്ക് ഹക്കാന്ന് ബോധ്യമുണ്ട് ഞങ്ങൾക്ക്. നിങ്ങൾ പറയും. മക്കത്തെ മുശ്രിക്ക് വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി പാടിയ വിഗ്രഹമേ, നാം ചെയ്ത് തെറ്റാണ് എങ്കിൽ എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ ഉസ്മാൻ ബിൻ ഹുവൈറിസിന്റെ വാക്ക് കടമെടുത്തിട്ട് പള്ളിയിൽ ഇരുന്നിട്ട് മങ്കൂസ് മൗലിദ് പുണ്യമൗലിദ് പറഞ്ഞിട്ട് എന്തിനാ നമ്മൾ ചൊല്ലുന്നത്? പൈസ ഉണ്ടാക്കണമെങ്കിൽ മാർഗം വേറെ നോക്കിക്കോളി. അള്ളാഹുവിന്റെ ദീന് നശിപ്പിച്ചുകൊണ്ടാകരുത്. ഇതൊക്കെ ഒരു സത്യങ്ങളാ. അത് പറഞ്ഞാൽ ഞങ്ങളെ ഉള്ളൂ. ഇതിലേക്ക് ആരും വരണ്ട, മെമ്പർഷിപ്പ് ഒന്നും എടുക്കണ്ട. ഇതിൽ സ്ഥലമില്ലായിട്ട് ഞങ്ങളെ 3 ടീമാക്കി മാറ്റിക്കാപ്പോ. ഇതിൽ സ്ഥലമില്ലായിട്ട് ഞങ്ങളെ 2 ടീമാക്കി തിരിച്ചിരിക്കാൻ. ഇതിലേക്ക് ആരും വരണ്ട, മെമ്പർഷിപ്പ് എടുക്കണ്ട. പക്ഷെ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നാളത്തെ പരലോക അപകട. നാളെ കരയേണ്ടി വരും. റബ്ബനാ ഇന്നനാ അത്തഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീല. അല്ലാഹ്, ഞങ്ങളെ സാദാത്യങ്ങൾ അനുസരിച്ചു പോയി. ഇന്ന സയ്യിദന്മാരും ഇന്ന കുബറാക്കളൊക്കെ ഉള്ള പരിപാടിയാണ്. എല്ലാവരും വരണം. ബയാർത്ഥങ്ങളുണ്ട്, കൂറത്തങ്ങളുണ്ട്. അവനാന്റെ കായ് കൂറ തിന്നു പോയി എന്നല്ലാണ്ട് ഒരു കാര്യം അതുകൊണ്ട് കിട്ടാനില്ല. ആ കായാണ് പോകാന്നല്ലാണ്ട് അതൊക്കെ എന്തിനാ? ആളുകൾ അവിടെ വെച്ചൊരു പിരിവിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി കൊണ്ട് ആയിട്ടൊന്നും ഒരു കാര്യമില്ല. പടച്ചോന്റെ അടുക്കൽ എല്ലാവരും ഒന്നാ. ഇന്ന അക്രമക്കും എന്തല്ലാഹി അത്ഖാക്കും. തെക്കുണ്ടോ പരലോകത്ത് ഗുണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ദീനില് ഇങ്ങനെ നമ്മള് തെറ്റിദ്ധരിച്ചു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ തിരിഞ്ഞ് വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വന്നാൽ നമ്മുടെ പരലോകത്തേക്ക് നന്നു. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചൊല്ലിയിട്ട് പരലോകത്ത് വരുമ്പോഴോ ആമിലത്തുൻ നാസിബ, പ്രവർത്തിച്ച് ക്ഷീണിച്ചവരാണവർ. തസ്നാനാറൻ ഹാമിയ, ചൂടേറിയ നരകമാ. എന്റെ കാരണം പ്രതിഫലം കിട്ടുന്നു കരുതിയിട്ട് അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അതിന്റെ പേരാ സഹോദര ബിദ്അത്ത്. ഇനി കേട്ടോ, സൂറത്തുൽ കഹ്ഫ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുന്ന സൂറത്താണ്. വെറുതെ ഓതിയാ പോരാ, അർത്ഥം ഒന്ന് പരിശോധിക്കണം, ഒന്ന് വായിക്കണം അതിന്റെ അർത്ഥം. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കൂ, ഹൽ ഉനബ്ബിഉകും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ഹൽ ഉനബ്ബിഉകും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങൾ ചെയ്തിട്ടും നഷ്ടത്തിൽ പെട്ടുപോയ ആളുകൾ. ചെയ്യാഞ്ഞിട്ടല്ല, അതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞ. ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെയ്തതിന് മാതൃകയില്ല, ചെയ്തതിന് രേഖയില്ല, പ്രമാണമില്ല, തോന്നിയതൊക്കെ ദീനായിട്ട് കൊണ്ടു നടത്തി. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, പ്രവർത്തിച്ചിട്ടും നഷ്ടത്തിൽപ്പെട്ടു പോയ ആളുകൾ. ആരാണവര്? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ, ഇഹലോകത്തെ കർമ്മങ്ങളെല്ലാം നല്ല നഷ്ടമായി പോയി, പാഴായി പോയി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ കരുതിയത് നല്ലതാ ചെയ്യുന്നത് എന്നാണ്. നല്ലതാ ചെയ്യുന്നതെന്നാണ് അവർ കരുതിയത്. മാത്രമല്ല, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ അവനോട് വെറുപ്പായി, അവനെ എതിർക്കും ചെയ്യാം. ഇപ്പൊ നമ്മുടെ നാടുകൾ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. കാരണം ഈ ബിദ്അത്ത് വരുമ്പോ എല്ലാ നാട്ടിലും ഒരുപോലെ ആവൂല. ഇപ്പൊ ചില പള്ളിയിൽ 3 സ്വലാത്ത് നിസ്കാരം കഴിഞ്ഞാൽ, വേറെ പള്ളിയിൽ 7 സ്വലാത്ത്, ചിലടത്ത് 10 സ്വലാത്ത്. മഗ്രിബ് നമസ്കാരം എല്ലാ പള്ളിയിലും 3 റക്അത്ത്. അതെന്തുകൊണ്ടാ? അത് ഉള്ളതാണ്, മറ്റൊന്ന് ബിദ്അത്താണ്. അതിന്റെ വ്യത്യാസം. അങ്ങനെ നോക്കുമ്പോ ചില നാടുകളൊക്കെ ആണ് ഈ തറാവീഹിന്റെ 2 റക്അത്തിന്റെ ഇടയിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി എന്ന് പറഞ്ഞിട്ട് ഒരു സ്വലാത്ത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ സ്വലാത്തിനെതിരാന്ന് തോന്നരുത് കേട്ടോ.
അത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്തിന് പ്രതിഫലമുണ്ട്. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് വല്ലവനും ചൊല്ലിയില്ല എങ്കിൽ അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പഠിപ്പിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രചരിപ്പിക്കുന്നവരും പ്രാവർത്തികമാക്കുന്നവരുമാണ് ഞങ്ങൾ. സ്വലാത്ത് ചൊല്ലുന്നു, ചൊല്ലാനും പഠിപ്പിക്കുന്നു. പക്ഷേ പ്രവാചകൻ പറയാത്ത പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേക പുണ്യമുണ്ടാക്കി പ്രത്യേക എണ്ണം നിശ്ചയിച്ച് ചൊല്ലാൻ നമുക്കാർക്കും അനുവാദമില്ല. അതാണ് 2 തറാവീഹിന്റെ ഇടക്ക് ആ ചോദ്യം ഇബ്നു ഹജറിനോട് വന്നു. അദ്ദേഹത്തിന്റെ ഫത്താവൽ കുബ്രയിൽ കാണാം. അതേപോലെ തന്നെ അഹ്ലുസുന്ന ഒരു ക്ലാസ് ഡയറി എന്ന് പറയുന്നൊരു പുസ്തകത്തില് ഒരു ദർസി തച്ചണ്ണ അദ്ദേഹം എഴുതുന്നുണ്ട്, തറാവീഹിനിടക്ക് പ്രത്യേകം പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അത് തടയപ്പെടേണ്ടതാണ്. അതിന്റെ അർത്ഥം അദ്ദേഹം സ്വലാത്തിനെ എതിർത്തു എന്നല്ല. അവിടെ സ്വലാത്ത് ചൊല്ലണ്ടെന്നല്ല. ഒരാൾക്ക് എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്, എപ്പോഴും ചൊല്ല. ഇവിടെയൊക്കെ ശരിക്കും നമ്മൾ വേർതിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ ഈ മരിച്ച വീടുകളിൽ നമ്മൾ യാസീൻ ഓതാൻ പാടില്ല എന്ന് പറയും. കണ്ടോ, മുജാഹിദുകൾ യാസീനെതിരാണെന്ന് പറയും. അല്ല, സാധാരണ ഖുർആൻ മനപ്പാടമുള്ള ഒരാള് എപ്പോഴും ഇങ്ങനെ നടത്തത്തിലും ഒക്കെ ഇങ്ങനെ ഖുർആൻ ഓതും. ആ സാധു മരിച്ചിടത്തെത്തി അപ്പോഴും ഓതുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എന്നാൽ മരിച്ചിടത്ത് പ്രത്യേകം മോദൽ അത് കൂലിയുള്ള കാര്യമാന്ന് പറഞ്ഞാലോ അത് പറ്റൂല. അത് കൂലിയുണ്ട്, ഓതിയ ആ മന്ന ആൾക്ക് കൂലിയുണ്ട്, നമ്മൾ കൊടുക്കണം വൈകുന്നേരം ആവുമ്പോ. ആ കൂലി അല്ല പറഞ്ഞത് ഞാൻ. ഈ മയ്യത്തിനൊരു കൂലി പ്രതിഫലം അതില്ല. അത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക വേണം. ഖദീജ മരിച്ചല്ലോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ പ്രവാചകന്റെ 2 ഭാര്യമാര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചല്ലോ. ആൺകുട്ടികൾ 3 മരിച്ചല്ലോ. പേരക്കുട്ടി മരിച്ചല്ലോ. ഉസ്മാൻ ബിൻ മദ്ഊൻ മരിച്ചല്ലോ. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായല്ലോ. എത്ര സ്വഹാബിമാരും പ്രവാചകന്റെ ഭാര്യമാരും പ്രവാചകന്റെ മക്കളും ഏതെങ്കിലും ഒരു ഹദീസിൽ ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വീട്ടിൽ വന്നിട്ട് യാസീൻ ഓതി, അല്ലെങ്കിൽ സ്വഹാബികളെയും കൂട്ടി വന്നിട്ട് യാസീൻ ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് ഓതി എന്ന് പറഞ്ഞ് ഒരു ഹദീസ് കൊണ്ടുവരാൻ മൂക്ക് കീപ്പട്ടുള്ളവർക്കും കഴിയൂല. അത്രക്ക് ഉറപ്പ് ധൈര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പറയണത്. കാരണം അവരെന്നെ സമ്മതിച്ചതാണ്. എന്ത്? എന്നാലും യാസീനല്ലേ എന്ന്. അത് നിങ്ങൾ കുടി കൊണ്ട് വെച്ചാൽ മതി. എന്നാലും യാസീനല്ലേ, അത് ദീനിൽ പറ്റൂല. അത് വേറെ മതം നമുക്ക് ചെയ്യാം. എന്നാലും യാസീനല്ലേ, എന്നാലും സ്വലാത്തല്ലേ. ആ ചോദ്യത്തിന് ഇസ്ലാമിൽ പ്രസക്തിയല്ല, സ്ഥാനമല്ല ആ ചോദ്യത്തിന്. അങ്ങനെയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകളും തയ്യാ ഇപ്പൊ എന്നാലും അങ്ങനെയല്ലേ, എന്നാലും ഇങ്ങനെയല്ലേ, അവസാനം ദീൻ എന്താവും? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഞാൻ സംസാരിക്കൽ. ഒരു ദിവസം നമ്മൾ രാവിലെ ഉസ്താദിനോട് പോയിട്ട് പറയാം, ഉസ്താദെ ഈ സുബൈക്ക് ജമാഅത്തിന് ഞാൻ കുറച്ച് ദൂരത്തുനിന്നാണ് വരുന്നത്. എന്റെ കയ്യിൽ ഇങ്ങനെ കറണ്ടിന്റെ ടോർച്ചൊന്നുമില്ല, ഈ കട്ട ബാറ്ററിയാണ്. അതേറ്റവും ബുദ്ധിമുട്ടിട്ട് ഞാൻ വരുന്നത്. ഇപ്പൊ വരുന്ന വഴിക്ക് ഞാനൊന്ന് വീഴും ചെയ്യും. കുറച്ച് കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിയിൽ, വലിയ ബുദ്ധിമുട്ടാണ്. ഈ 2 റക്അത്ത് മുതലാകണില്ല, നമുക്ക് നാളെ മുതൽ 3 റക്അത്ത് ആക്കണം. പറ്റൂല. എന്താ ഉസ്താദ പറ്റായി? എന്താ? 3ാമത്തെ റക്അത്തിൽ നമ്മൾ കത്തിക്കുത്തും വേണ്ടാത്തൊന്നും വേണ്ടേ? നമുക്ക് ഇതേപോലെ തന്നെ ഫാത്തിഹ, സൂറത്ത്, റുകൂഅ്, സുജൂദ്, ഇഅ്തിദാല്, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, അത്തഹിയാത്ത്, സ്വലാത്ത്, ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. വേണ്ടാത്തൊന്നും വേണ്ട. അത് പറ്റൂല കുട്ടിയെ എന്ന് പറയും ഉസ്താദ്. എന്തേ കാരണം? എന്തുകൊണ്ടാണ് ഉസ്താദെ പറ്റാത്തത്? ഞാൻ പറഞ്ഞിപ്പോ എന്താ തെറ്റുള്ളത്? സ്വലാത്ത് തെറ്റാ, ഫാത്തിഹ തെറ്റാ, സൂറത്ത് തെറ്റാ, റുകൂഅ് തെറ്റാ? ഒന്നും തെറ്റല്ല, പക്ഷെ അത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? ഉസ്താദ് പറയണം. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുബഹിൽ 2 റക്അത്തേ ഉള്ളൂ. 3ാമത്തെ റക്അത്ത് ഫാത്തിഹ നല്ലതല്ലേ, സൂറത്ത് നല്ലതല്ലേ, റുകൂഅ് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ വക കൊണ്ടുവരാൻ പറ്റില്ല മുത്തേ എന്നാ ഉസ്താദ് പറയുകയാണെങ്കിൽ, പൊന്നാര ഉസ്താദ് ആയ മുത്തേ, ഇങ്ങനെ ഒരുപാട് സംഗതികളില്ലേ, അതിന്റെ ഒക്കെ നിയമം ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കുകയാണ്. അപ്പൊ ക്ലിയർ ആയില്ലേ? പക്ഷെ നമ്മളാണ് ഈ പെരുന്നാൾക്കൊക്കെ കാണാൻ ആൾക്കാര് വേഗം വരണം, വേഗം കയറണം, ഓതുകൊടുത്ത് കയറണം, ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കണ്ടെക്കും. മയ്യത്ത് സ്കരിക്കാൻ ഇഞ്ഞ ആരെങ്കിലും വരാണ്ടോ, ഇഞ്ഞ ആരെങ്കിലും കയറാണ്ടോ, ഓതുകൊടുത്ത് കയറി ഒരു ഇഖാമത്ത് കൊടുത്തെന്ന് തുടങ്ങിയാ പോരെ. എന്താ കൊടുക്കാത്തത്? ഇഖാമത്ത് മോശ. ഇഖാമത്തിൽ എന്തു വാക്കാ തെറ്റുള്ളത്? പക്ഷെ നമ്മൾ മയ്യത്ത് നമസ്കരിക്കാൻ നിൽക്കുമ്പോഴും പെരുന്നാൾ നിൽക്കുമ്പോഴൊന്നും ഈ ബാങ്കും ഒന്നും ഇല്ലാത്ത എന്തുകൊണ്ടാന്നും ഇല്ലാത്തത്? അവിടെ 2 റക്അത്ത് തന്നെയല്ലേ, ഇവിടെ ജുമുഅക്ക് 2 റക്അത്ത് തന്നെയല്ലേ, സുബൈക്ക് 2 റക്അത്ത് തന്നെയല്ലേ, അതിലും 2 റക്അത്ത് തന്നെയല്ലേ. പക്ഷെ ഒന്നിൽ ഇഖാമത്തുണ്ട്, ഒന്നിൽ ഇഖാമത്തില്ല. എന്തുകൊണ്ടാ? ഇഖാമത്ത് നല്ലതാണോ നല്ലതല്ലേ നോക്കിയിട്ടല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തോ നോക്കിയിട്ടാണ്. അതാണ് വിഷയം. അങ്ങനെ മനസ്സിലാക്കി നോക്കുകയാണ് നിങ്ങൾ. ആ പ്രവാചകൻ ചെയ്തതേ ഞാൻ ചെയ്യൂ,
ആ പ്രവാചകൻ സ്വഹാബത്തിന് പഠിപ്പിച്ചത് ഞാൻ ചെയ്യൂ എന്നുള്ള തീരുമാനം കേരളക്കരയിലെ മുഴുവൻ ആളുകൾ എടുത്താൽ ഒരു സംഘടനന്റെ ആവശ്യപ്പെടില്ല. മനസ്സിലായോ? പിന്നെ തമ്മിൽ തല്ലേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ഐക്യം എന്ന് പറയേണ്ട ആവശ്യമില്ല. ആ വിശ്വാസം നമ്മളാണ് സ്വീകരിച്ചാൽ മതി. ഇപ്പൊ വലിയ ബേജാറ്, ഇപ്പൊ ചർച്ച പതണം, ഐക്യപ്പെടണോ പെടണ്ടേന്നാ, അതൊന്നും നടക്കണ കേസല്ല. ഇനി എ പി ആയാലും ശരി ഇ കെ ആയാലും ശരി നമ്മുടെ വിഷയം അതൊന്നുമല്ല. അങ്ങനെ ഒരു ഐക്യത്തിന് ചർച്ചയ്ക്ക് പ്രസക്തിയിൽ എല്ലാവരും ബിദഅത്ത് ചെയ്യുന്നവരാ. പിന്നെ ഐക്യത്തിൽ തന്നെ ഉള്ളത് എല്ലാവരും ബിദഅത്തിലും സുന്നത്തി പിന്നെ തൗഹീദിന്റെ ശിർക്കിന്റെ വിഷയത്തിലൊന്നും ഭിന്നതകൾ തമ്മിലില്ല. പിന്നെ എന്തിനാ ഐക്യപ്പെടുന്നത്? ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇതാ പ്രവാചകൻ പഠിപ്പിച്ചതും ആ പ്രവാചകൻ പഠിപ്പിച്ചത് സ്വഹാബത്ത് സ്വീകരിച്ചതുമായ ആദർശം അതാണ്. ഞാൻ ആവർത്തിച്ചു പറയാൻ കാരണം അതാ സുന്നത്തിയമാത്ത് എന്ന് പറഞ്ഞ അതേ സുന്നത്തിയമാത്ത് ആകൂ.